നമഃ ശിവായ. നമഃ ശിവായ വാഴ്ക. നാഥന്റെ പാദം വാഴ്ക. നമഃ ശിവായ വാഴ്ക. നാഥന്റെ പാദം വാഴ്ക. ഗുരുനാഥൻ പാദം വാഴ്ക. ആഗമ പൊരുളായി മധു തൂകിനിൽ തോവടി വാഴ്ക. ഏകൻ അനേകനാകും. ഏകൻ അനേകനാകും. ഈശന്റെ പാദം വാഴ്ക. വേഗമകറ്റിയെന്നയാകുന്നോരജന്റെ കാലടി വാണിടുക. നമഃ ശിവായ വാഴ്ക. നാഥന്റെ പാദം വാഴ്ക. ജന്മദുഃഖങ്ങൾ തീർക്കും പുഞ്ചകനുടെ വീരക്കടൽ വാണിടുക. പുറംതിരിഞ്ഞോർക്കെന്നും ദൂരസ്ഥനായി നീവും പരന്റെ മലരൊത്ത പാദങ്ങൾ വാണിടുക. മലരൊത്ത പാദങ്ങൾ വാണിടുക. പാദങ്ങൾ വാണിടുക. നമഃ ശിവായ വാഴ്ക. നാഥന്റെ പാദം വാഴ്ക വാഴ്ക. തിരുവാചകം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നമഃശിവായ വാഴുക, നാഥൻ്റെ പാദം വാഴുക. ഇമകൾ മൂടുന്നേരം എന്നുടെ നെഞ്ചിൽ നിന്നും എങ്ങുമേ പോയിടാത്തോൻ. ഇങ്ങനെയാണ് മാണിക്യവാചകസ്വാമി തൻ്റെ ശിവമൊഴി രേഖപ്പെടുത്തുന്നത്. നമഃശിവായ വാഴുക, നാഥൻ്റെ പാദം വാഴുക. തിരുപ്പെരുന്തുറയിൽ ശിവൻ മാണിക്യവാചകർക്ക് ജ്ഞാനദീക്ഷ കൊടുക്കുന്നത് നമ്മൾക്ക് നേരത്തെ കണ്ടതാണ്. നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രദീക്ഷ കൊടുക്കുന്നു. അതോടെ അദ്ദേഹത്തിൽ ശക്തിനിപാതം സംഭവിക്കുന്നു. ശക്തിപാദം അഥവാ ശക്തിനിപാതം എന്ന് പറയുന്നത് ശിവൻ്റെ ശക്തികളത്രയും മാണിക്യവാചകർക്ക് നൽകുന്ന ഒരു സാധനാ സമ്പ്രദായമാണിത്. അതായത് ശിവൻ്റെ പാദങ്ങൾ മാണിക്യവാചകരുടെ ശിരസിൽ സ്പർശിച്ച് അദ്ദേഹത്തെ ശിവനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ശക്തിനിപാതം എന്ന് പറയുന്നത്. ശക്തിനിപാതത്തിലൂടെ ഒരു ഗുരു തൻ്റെ ശിഷ്യന് തൻ്റെ കഴിവുകളത്രയും തൻ്റെ സിദ്ധികളത്രയും തൻ്റെ ആത്മീയ സാധന കൊണ്ട് നേടിയ എല്ലാ കഴിവുകളും ശിഷ്യനിലേക്ക്
പകർന്നു കൊടുക്കുന്നതാണ് ശക്തി നിപാതം. ഇവിടെ ഗുരു എന്ന് പറയുന്നത് സാക്ഷാൽ ശിവൻ തന്നെയാണ്. ശിവൻ മാണിക്യവാചകർക്ക് ശക്തിപാദം നൽകുന്നത് വഴി, അതേപോലെ പഞ്ചാക്ഷരി മന്ത്ര ജ്ഞാന സിദ്ധി നൽകുന്നതോടുകൂടി മാണിക്യവാചകരുടെ ആ 3 മലങ്ങളും പൂർണ്ണമായി മായുകയാണ്. ആണവം, കർമ്മം, മായാമലങ്ങളെല്ലാം തന്നെ മാറി പരിപൂർണ വിശുദ്ധനാകുകയും ആ പരിപൂർണ ഹൃദയത്തിൽ ജ്ഞാനം നിറഞ്ഞു കവിയുകയും ചെയ്യുന്നു. മാത്രമല്ല ശിവൻ്റെ അരുളുകൊണ്ട് ആ മാണിക്യവാചക ഹൃദയം നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അങ്ങനെ കുറിക്കപ്പെട്ടതാണ് നമഃശിവായ വാഴുക, നാഥൻ്റെ പാദം വാഴുക. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. ഒന്ന്, നമഃശിവായ വാഴുക, പഞ്ചാക്ഷരി മന്ത്രം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പ്രാണനായി നിലനിൽക്കട്ടെ. പിന്നെ അതേപോലെ നാഥൻ്റെ, ഭഗവാൻ ശിവൻ്റെ പാദം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ശിവപാദങ്ങൾ ഹൃദയത്തിൽ എപ്പോഴും പ്രതിഷ്ഠിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മാണിക്യവാചകരെയാണ് നാം കാണുന്നത്. അപ്പോൾ ശിവപാദങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകാത്ത തരത്തിൽ ആ പരിശുദ്ധ ഹൃദയത്തിൽ 3 മലങ്ങളും മാറി പരിശുദ്ധമായ ഹൃദയത്തിൽ, ആ ജ്ഞാനസിദ്ധി നിറഞ്ഞ ഹൃദയത്തിൽ പ്രകാശിച്ചു നിൽക്കുകയാണ്. ഈ പ്രകാശധാര, ഈ ശിവപ്രകാശധാരയാണ് ആദ്യത്തെ 2 വരികളിൽ തന്നെ മാണിക്യവാചകർ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമഃശിവായ വാഴുക എന്നുള്ള ആ പഞ്ചാക്ഷരി മന്ത്രമാണ് മാണിക്യവാചകരുടെ സിദ്ധിക്ക് എല്ലാ കാരണങ്ങളും ആയി മാറുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, പഞ്ചാക്ഷരി മന്ത്രം നേരിട്ട് ശിവനിൽ നിന്ന് തന്നെ സിദ്ധി ലഭിച്ച ആളാണ്, ജ്ഞാനദീക്ഷ ലഭിച്ച ആളാണ് മാണിക്യവാചകർ. ഈ മഹാഭാഗ്യം അപൂർവം പേർക്ക് മാത്രമേ കിട്ടാറുള്ളൂ. സുന്ദരമൂർത്തി നായനാരും ഇതേപോലെ ഒരു തേവാരത്തിൽ പാടുന്നുണ്ട്. ഒരു ദിവസം ഒരു വൃദ്ധനോട് കൂടി അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ ആ വൃദ്ധൻ പലപാട് സുന്ദരമൂർത്തി സ്വാമികളുടെ ശിരസിൽ സ്പർശിച്ചു എന്നും നോക്കിയപ്പോൾ അത് സാക്ഷാൽ ശിവനായിരുന്നു എന്നും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ആ ശിവപാദങ്ങളെ സ്വന്തം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന ചിത്രം നമുക്ക് സുന്ദരമൂർത്തി സ്വാമികളുടെ ഒരു തേവാരത്തിൽ കാണാം. അതേ അനുഭൂതി തന്നെ സുന്ദരമൂർത്തി സ്വാമികൾ ആവിഷ്കരിച്ച അതേ അനുഭൂതി തന്നെ ഇവിടെ മാണിക്യവാചക സ്വാമികളും ഇവിടെ ആവിഷ്കരിക്കുന്നു. അപ്പോൾ പഞ്ചാക്ഷരി മന്ത്രം തൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വാഴുന്നു എന്നും ആ ഹൃദയത്തിൽ തന്നെ നാഥൻ്റെ പാദം, ആ കഴലിണ എപ്പോഴും മായാതെ ആഴത്തിൽ സ്പർശിച്ചു നിൽക്കുന്നു എന്നും ഇവിടെ മാണിക്യവാചകർ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമഃശിവായ വാഴുക, ആ പഞ്ചാക്ഷരി മന്ത്രം ഏത് തരത്തിലാണ് ഒരു സാധകനെ മാറ്റിമറിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ പെട്ടെന്ന് ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ അയാളുടെ 3 മലങ്ങളും മാറി അയാളുടെ ഹൃദയം പരിശുദ്ധമാകുകയും അവിടെ ജ്ഞാനസിദ്ധി കൈവരുകയും ചെയ്യുന്നു. ആ ജ്ഞാനദീക്ഷ ലഭിക്കുന്നു. ഇവിടെ നാം കഴിഞ്ഞ ദിവസം കണ്ട ആ ജ്ഞാനദീക്ഷ ഇവിടെ മാണിക്യവാചകർക്ക് ലഭിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ജ്ഞാനദീക്ഷ ഏതാണ്? പഞ്ചാക്ഷരി മന്ത്രമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. പഞ്ചാക്ഷരി മന്ത്രത്തിലൂടെ സർവജ്ഞാനങ്ങളുടെയും ഉത്തുംഗ സോപാനത്തിൽ കയറാൻ മാണിക്യവാചകർക്ക് കഴിഞ്ഞു. പിന്നെ ഭക്തിയുടെ ഉന്മത്ത ലഹരിയിലാണ് പിന്നെ കാവ്യങ്ങളെല്ലാം മാണിക്യവാചകർ ചമയ്ക്കുന്നത്. അപ്പോൾ മാണിക്യവാചക കവിതകളെല്ലാം ഈ ഭക്തിയുടെ ഉന്മാദ തലത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നുണ്ട്.
നമുക്ക് ആദ്യം നമഃശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ സവിശേഷതകളിലേക്ക് കിടക്കാം. ഈ പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് പറയുമ്പോൾ തമിഴകത്ത് 2 പ്രധാനപ്പെട്ട മഹാഗുരുക്കന്മാരുണ്ട്. അതിലൊരാൾ തിരുമൂലദേവനാണ്, നമ്മൾ കണ്ടതാണ്. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം ഏതാണ്ട് 870-ൽ പരം എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കണ്ടതാണ്. അതിലെ 4ാമത്തെ തന്ത്രത്തിൽ, തിരുമന്ത്രത്തിലെ 4ാമത്തെ തന്ത്രത്തിൽ നമഃശിവായയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്ക് തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 4ാം തന്ത്രത്തിലെ 890ാമത്തെ ആ മന്ത്രത്തിലേക്ക് കിടക്കാം. നോക്കൂ. തരാതലം ഉലൈക്കുത്തത്പരം മാപരൻ തരാതല വെപ്പ് നമഃശിവായവാം ധരാതലം ചൊല്ലിൽ താൻ വാശിയ ആകം ധരാതലം ഏകം ദയാവാജിയാമേ എന്നാണ് ഒരു മന്ത്രത്തിൽ തിരുമൂലർ വിശദമാക്കുന്നത്. ഇവിടെ നമഃശിവായ മന്ത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, അതിൻ്റെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്. ബ്രഹ്മസ്വരൂപത്തിൻ്റെ മൂലാധാരം ബ്രഹ്മത്തിലടങ്ങിയ മാപരൻ്റെ തൽപരശക്തിയായ അസഭാം ബ്രഹ്മമാണ്. അതായത് ബ്രഹ്മസ്വരൂപത്തിൻ്റെ മൂലാധാരം എന്ന് പറയുന്നത് ബ്രഹ്മത്തിലടങ്ങിയ മാപരൻ്റെ തൽപരശക്തിയായ അസഭാബ്രഹ്മമാണ്. അപ്പോൾ മൂലാധാരത്തിലാണ് ഈ അസഭാമന്ത്രം തുടങ്ങുന്നത്. ഈ മൂലാധാരത്തിൽ തുടങ്ങുന്ന അസഭമന്ത്രം, അജപമന്ത്രം, ഈ അജപ നമഃശിവായാണ്. അതിൻ്റെ നാം സോഹം എന്ന അജപയാണ് സാധാരണ ജപിക്കുക. ഈ സോഹത്തിൻ്റെ മൂലരൂപമാണ്, മൂലമന്ത്രമാണ് നമഃശിവായ. അപ്പോൾ ഓർക്കുക, സോഹം മന്ത്രത്തിൻ്റെ മൂലമാണ് നമഃശിവായ. മൂലമന്ത്രം, അതായത് നിക്ഷേപ മന്ത്രം എന്ന് പറയാം. ആ നിക്ഷേപ മന്ത്രമാണ് നമഃശിവായ. ഇപ്രകാരം അസഭാമന്ത്രം ഉച്ചരിക്കുന്ന ശിവ ആത്മാവ് അസ്വബ്രഹ്മത്തിൽ വശ്യനായിത്തീരും. അപ്പോൾ ഇതിലൂടെ ശിവനായി പരിണമിക്കുമെന്നാണ് പറയുന്നത്. ഈ മന്ത്രസാധനയിലൂടെ, പഞ്ചാക്ഷര മന്ത്രസാധനയിലൂടെ ഒരാൾ ശിവനായി തീരും എന്ന് പറയുന്നു. ആ ശിവഭക്തൻ, ശിവസാധകൻ ശിവനായി മാറ്റുന്ന ഒരു മന്ത്രമാണ് പഞ്ചാക്ഷര മന്ത്രം. ഇത് തിരുമൂലദേവൻ പറയുന്നതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ മഹിമ. അതിലൂടെ തന്നെ, ആ മന്ത്രജപ സാധനയിലൂടെ തന്നെ ഒരാൾക്ക് സാക്ഷാൽ ശിവനായി തീരാൻ കഴിയും. അതിൽ ഈ പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ പ്രത്യേകത 5 അക്ഷരമുണ്ടല്ലോ. ആ 5 അക്ഷരത്തെ നമുക്ക് തിരുമൂലദേവൻ വിവരിക്കുന്നത് കാണാം. അതിലെ നാ എന്നുള്ളത് ചതുർകോണം, അത് പൃഥ്വീതത്വമാണ്. പൃഥ്വി എന്ന് വെച്ചാൽ ഭൂമി, ഭൂമി തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു നാ. പിന്നെ ജലം, അത് ചന്ദ്രക്കലയാണ്. ഈ ചന്ദ്രക്കല മായാണ്. ഇത് ഷടാധാരങ്ങളുമായിട്ട് നമഃശിവായ അങ്ങേറ്റം ഒന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുകൂടി ആലോചിക്കുക. അപ്പോൾ അപ്പ് എന്ന് പറയുന്നത്, അതായത് ജലം എന്ന് പറയുന്നത് ചന്ദ്രക്കലയാണ്. അത് നമഃശിവായയിലെ മകാരമാണ്. പിന്നെ അഗ്നി മുക്കോണമാണ്, അത് ശീയാണ്. പിന്നെ വായു എന്ന് പറയുന്നത് ഷഡ്കോണമാണ്, അത് വകാരമാണ്, നമഃശിവായയിലെ വകാരം. പിന്നെ ആകാശമാണ് യകാരം, അത് വൃത്തമാണ്. അങ്ങനെ ചതുർകോണം, ചന്ദ്രക്കല, മുക്കോണം, ഷഡ്കോണം, പിന്നെ വൃത്തം. ഈ രീതിയിലാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമഃശിവായ
പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചക്രങ്ങളുമായിട്ട്, ആധാര ചക്രങ്ങളുമായിട്ട് അങ്ങേയറ്റം ബന്ധപ്പെട്ടിരിക്കുന്നു. അത് മൂലാധാരം മുതൽ പുരികമുക്തി വരെ, മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരെ നാം ഇവിടെ കുണ്ടലിനി ശക്തി ഉയർന്നു പൊങ്ങുന്ന കാഴ്ചയാണ് നമഃശിവായ മന്ത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് ഉയർന്ന സഹസ്രാരം വരെ എത്തിച്ചേരുന്നു. പൂരികമധ്യം എന്ന് പറഞ്ഞിട്ട് ശിരസിൻ്റെ ഭാഗമാണ്. അവിടെയാണ് പൂരികമധ്യം കഴിഞ്ഞ് പിന്നെ സഹസ്രാരത്തിലേക്ക് അത് കുതിച്ചേരുന്നു. അപ്പോൾ ഇതുവരെ പ്രയത്നം ആവശ്യമാണ്. നമഃശിവായ ധ്യാനത്തിലൂടെ മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനി ശക്തി പുരികമധ്യം വരെ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദാനുഭൂതികൾ, അതിന് സാധന കൂടിയേ തീരും. ആ സാധനയ്ക്ക് ശേഷം, അതായത് ആജ്ഞാചക്രത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രമേൽ സ്വാഭാവികമായിട്ട് കുണ്ടലിനി ശക്തി സഹസ്രാരത്തിലേക്ക് എത്തിച്ചേരും. അതിന് പ്രയത്നം ആവശ്യം വരുന്നില്ല. അത് അത്രമേൽ സ്വാഭാവികമായിട്ട് കുണ്ടലിനി ശക്തി ഈ പുരികമധ്യത്തിൽ നിന്ന് നേരെ സഹസ്രാരത്തിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇതാണ് ശിവശക്തി യോഗം. അപ്പോൾ കുണ്ടലിനി യോഗയുടെ രഹസ്യവും ഈ നമഃശിവായ മന്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നോർക്കുക. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കുണ്ടലിനി യോഗയുടെ ശക്തിവിശേഷങ്ങൾ ഈ പഞ്ചാക്ഷരി മന്ത്ര സാധനയിലൂടെ തന്നെ ലഭിക്കുമെന്നാണ് തിരുമൂലദേവൻ തിരുമന്ത്രത്തിലെ 4-ാം തന്ത്രത്തിൽ വിശദമാക്കുന്നത്. അതിൽ തിരുമൂലദേവൻ തന്നെ ഈ പഞ്ചാക്ഷരി മന്ത്രത്തെ പലതരത്തിൽ അടുക്കി ഒരു പ്രത്യേക തിരുമന്ത്ര സാധന തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഓം ശിവയ നമ യനവ ശിമ മവയനശി ശിയ നമവ വശിമയന ഓം എന്ന അക്ഷരത്തെ ക്രമപ്പെടുത്തി അതിൽ 51 അക്ഷരങ്ങളും നിറച്ചിരിക്കുന്ന ഒരു തിരുമന്ത്ര ചക്രമുണ്ട്, ശിവചക്രമുണ്ട്. ആ ചക്രത്തിലാണ് ഈ പഞ്ചാക്ഷരി മന്ത്രത്തെ ഇങ്ങനെ അക്ഷരങ്ങൾ പരസ്പരം മാറ്റിക്കൊണ്ട് ഒരു പ്രത്യേക തരത്തിൽ ശക്തിയുടെ സ്ഫോടനം നടത്തുന്നത്. അതാണ് വാക്കുകളിലൂടെ 51 അക്ഷരങ്ങളിലൂടെ ശക്തിയുടെ മഹാസ്ഫോടനം നടത്തുന്ന തിരുമന്ത്ര ചക്രം. അതിനെ നാം തിരുവമ്പല ചക്രം എന്നും പറയുന്നു. അപ്പോൾ ഈ തിരുവമ്പല ചക്രം തിരുമൂലദേവൻ്റെ മഹത്തായ പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ഒരു രൂപാന്തരമാണ്. അതിലൂടെയാണ് തിരുമൂലദേവൻ തിരുമന്ത്രത്തിലെ ഈ 4-ാം തന്ത്രം വിശദീകരിക്കുന്നത്. ശരിക്കും തിരുമൂലദേവനുമായിട്ട് വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാൻ ഈ പഞ്ചാക്ഷരി മന്ത്ര സാധന കൊണ്ട് തന്നെ കഴിയുമെന്നാണ് പറയുന്നത്. ആ തിരുമന്ത്ര ചക്രം ഈ രീതിയിൽ നമഃശിവായയെ രൂപപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ശക്തിയുടെ ഒരു മഹാസ്ഫോടനം നടത്തുന്നുണ്ട്. ഇതൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ തിരുമന്ത്രം യജ്ഞം യൂട്യൂബിൽ നടത്തിയിട്ടുണ്ട്. അത് കണ്ടാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓം ശിവായ നമഃ.